നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിൽ ഒന്നായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ പദ്ധതിയുടെ 23ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപയുടെ വിതരണമാണ് ജൂൺ മാസം 20-ാം തീയതി ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3:45 ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം വഴിയാണ് ഈ തുക കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒരു ഒറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുടക്കം കുറിച്ച ഈ വിതരണ പ്രക്രിയയിലൂടെ ഇതിനോടകം തന്നെ നിമിഷങ്ങൾക്കകം രാജ്യത്തെ നിരവധി ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലാണ് ഈ 2000 രൂപ സുരക്ഷിതമായി തന്നെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തുക ലഭിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും അക്കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുക ലഭിക്കാത്തവർക്ക് വളരെ വൈകാതെ തന്നെ ലഭിക്കുന്നതുമാണ്. തുക ലഭിച്ച ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ആശ്വാസകരമായ ഈ വാർത്തയോടൊപ്പം തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മറ്റു ചില വാർത്തകളെക്കുറിച്ചും കർഷകർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അടുത്ത ഗഡു, അതായത് 24ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുതൽ തുക ലഭിക്കണമെങ്കിൽ വാർഷിക മസ്റ്ററിംഗ് അല്ലെങ്കിൽ KYC പുതുക്കൽ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തരം അറിയിപ്പുകളൊക്കെ തന്നെ കർഷകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് അടുത്ത തവണ മുതൽ 2000 രൂപയുടെ ധനസഹായം ലഭിക്കില്ല എന്ന തരത്തിലൊക്കെ പലരും പല വാർത്തകളൊക്കെ തന്നെ സന്ദേശങ്ങളൊക്കെ കൈമാറുകയും ചെയ്യുന്നുണ്ട്. മുൻപ് ഒരിക്കൽ KYC പൂർത്തിയാക്കിയവർക്കാണ് ഇപ്പോൾ തുക ലഭിച്ചിട്ടുള്ളത് എന്നത് ശരിയാണെങ്കിലും ഈ പുതിയ പ്രചരണങ്ങളുടെയൊക്കെ തന്നെ സത്യാവസ്ഥ അത് എന്താണെന്ന് എല്ലാ പൊതുജനങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഓരോ ഗുണഭോക്താവിൻ്റെയും ആവശ്യമാണ്. എന്നാൽ കർഷകർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അത് KYC ഇപ്പോൾ വീണ്ടും ചെയ്യുന്നതിന് വേണ്ടിയോ വാർഷിക മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടോ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് യാതൊരുവിധ അറിയിപ്പുകളും ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. നിലവിലിപ്പോൾ പ്രചരിക്കുന്ന സന്ദേശങ്ങളെല്ലാം തന്നെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റ് അനൗദ്യോഗികമായിട്ടുള്ള സ്രോതസ്സുകൾ വഴിയും മാത്രമുള്ളതാണ്. സംസ്ഥാന വ്യാപകമായിട്ട് അത്തരമൊരു KYC ക്യാമ്പയിൻ സർക്കാർ തലത്തിൽ തുടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ അനാവശ്യമായിട്ട് ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിലും നമ്മുടെ PM കിസാൻ അക്കൗണ്ടിൻ്റെ നിലവിലത്തെ KYC സ്റ്റാറ്റസ് അതെന്താണെന്ന് സ്വയം പരിശോധിച്ചുകൊണ്ട് ഉറപ്പുവരുത്തുന്നത് ഭാവിയിൽ തുക മുടങ്ങാതിരിക്കാനായിട്ട് നമുക്ക് സഹായകരമാകും. നമ്മുടെ KYC സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായിട്ട് PM കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗികമായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ PM കിസാൻ GOI എന്ന, അതായത് PM കിസാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ചിലപ്പോഴൊക്കെ സാങ്കേതിക തകരാറുകൾ കാരണം ഈ ആപ്ലിക്കേഷൻ തുറക്കാനായിട്ട് ഒരുപക്ഷെ ഒരു കാലതാമസമോ അല്ല ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടേക്കാം. എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എങ്കിലും ആപ്പ് വിജയകരമായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകിക്കൊണ്ട് OTP അധിഷ്ഠിത വെരിഫിക്കേഷനിലൂടെ കിസാൻ സമ്മാൻ നിധിയുടെ രജിസ്റ്റേർഡ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അവിടെ അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ലളിതമായിട്ടുള്ളൊരു പ്രക്രിയ കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസിൽ KYC ഡൺ, അതായത് ഇലക്ട്രോണിക് KYC പൂർത്തിയായി എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഇതിനായിട്ട് നിങ്ങൾ വീണ്ടും ഒരു നടപടിയും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അവിടെ നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ KYC പൂർത്തിയാക്കിയേ മതിയാകൂ. ഇതിനായിട്ട് ഈ മൊബൈൽ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ ആധാർ ഫേസ് RD എന്ന മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാം. സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അവിടെ നേരിട്ടെത്തി ഈ ഒരു KYC അപ്ഡേഷൻ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്നതാണ്. സ്റ്റാറ്റസ് നോ എന്ന് കാണിക്കുന്നവർ ഇത് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഈ ആനുകൂല്യം മുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം ഓർക്കുക. നിലവിൽ PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വാർഷിക മസ്റ്ററിംഗ് KYC ജൂൺ മാസം 30 വരെ മാത്രമേ ഉള്ളൂ എന്ന തരത്തിലൊക്കെ തന്നെ അറിയിപ്പുകൾ വരുന്നത് അടിസ്ഥാനരഹിതമാണ്. പെട്ടെന്ന് അത്തരമൊരു തീയതി പ്രഖ്യാപിച്ച രാജ്യമെമ്പാടുമുള്ള നിരവധി കർഷകർക്ക് പദ്ധതിക്ക് പുറത്തു പോകേണ്ടതായിട്ട് വരും. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ഇത്തരം സന്ദേശങ്ങൾ, വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. KYC പുതുക്കൽ രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കേണ്ട ഒരു നടപടിയായതിനാൽ തന്നെ അങ്ങനെയൊന്നും വന്നാൽ PM കിസാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പോർട്ടൽ വഴി തന്നെ വ്യക്തമായിട്ടുള്ള അറിയിപ്പ് ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ സ്റ്റാറ്റസ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരിധിയിലുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾക്കും അറിയിപ്പുകൾക്കുമായിട്ട് ഈ വിവരങ്ങൾ മറ്റ് കർഷകരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.